വൃക്കരോഗ ചികിത്സയ്ക്കായി ആധുനിക സൗകര്യങ്ങളുള്ള സ്പെഷ്യലിസ്റ്റുകളുടെയും ഡയാലിസിസ് സെൻ്ററുകളുടെയും കിഡ്നി ട്രാൻസ്പ്ലാന്റ് സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളുടെയും ഒക്കെ എണ്ണം കൂടി വരുന്നു. അതായത് ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും രോഗം മാറുന്നില്ല, പകരം രോഗികളുടെ എണ്ണം കൂടുകയാണ്. എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ടാണ് മോഡേൺ മെഡിസിൻ ഇത്ര പുരോഗമിച്ചിട്ടും വൃക്കരോഗം തടയാനോ ചികിത്സിച്ചു മാറ്റാനോ സാധിക്കാത്തത്? വൃക്കരോഗം തുടക്കത്തിലെ എങ്ങനെ കണ്ടെത്താനാവും? തുടക്കത്തിലെ കണ്ടെത്തിയാൽ വൃക്കയുടെ പ്രവർത്തനം നിലച്ച് ഡയാലിസിസിലേക്കും വൃക്ക മാറ്റിവെക്കലിലേക്കും പോകാതെ നോക്കാൻ സാധിക്കില്ലേ? ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിൻ്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാം എന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെയും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. വൃക്കരോഗം 2 രീതിയിലാണ് ഉണ്ടാകുന്നത്. ആദ്യത്തേത് അക്യൂട്ട് അഥവാ പെട്ടെന്നുണ്ടാകുന്നത്. രണ്ടാമത്തേത് ക്രോണിക് അഥവാ പതുക്കെ കൂടി വരുന്നത്. ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ടത് അപകടങ്ങൾ മൂലം രക്തം അധികം നഷ്ടപ്പെട്ട് BP കുറഞ്ഞു പോവുക, മഞ്ഞപ്പിത്തം മൂലമുള്ള കരൾ രോഗം മൂർച്ഛിക്കുക, വിഷപ്പാമ്പ് കടിക്കുക, മരുന്നുകളോ വിഷവസ്തുക്കളോ മൂലം പെട്ടെന്ന് കിഡ്നിക്ക് തകരാറുണ്ടാകുക തുടങ്ങിയവയാണ്. ഇത്തരം പെട്ടെന്നുള്ള കിഡ്നി തകരാറ് സപ്പോർട്ടീവ് മരുന്നുകളും ഡയാലിസിസും കൃത്യമായി നൽകാനായാൽ ഒട്ടുമിക്കവരിലും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവും. രണ്ടാമത്തെ വിഭാഗമായ ക്രോണിക് കിഡ്നി ഡിസീസ് CKD അഥവാ പതുക്കെ ഉണ്ടാകുന്ന കിഡ്നി രോഗത്തിന് പ്രധാന കാരണം പ്രമേഹവും അമിത രക്തസമ്മർദ്ദവും ദുർമേധസ് അഥവാ അമിതവണ്ണവുമാണ്. ഇമ്മ്യൂണിറ്റിയിലെ അസന്തുലിതാവസ്ഥ മൂലമുണ്ടാകുന്ന SLE, IgA നെഫ്രോപ്പതി പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും ക്രോണിക് കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കാം. ഇവയെല്ലാം ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ജീവിതശൈലി രോഗങ്ങളെ മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ച് മാറ്റാനാകില്ല. അസ്വസ്ഥതകൾ കുറച്ച് നിർത്താൻ മാത്രമേ മരുന്നുകൾക്ക് കഴിയൂ. മരുന്നുകൾ വൃക്കയുടെ ജോലിഭാരം കൂട്ടും. പ്രമേഹമോ പ്രഷറോ ഒക്കെ ഉണ്ടായി 10, 20, 30 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് വൃക്കയുടെ പ്രവർത്തനം തീരെ കുറഞ്ഞ് ഡയാലിസിസും വൃക്ക മാറ്റിവെക്കലും ഒക്കെ വേണ്ടി വരുന്ന നിലയിലെത്തുക. വൃക്കയുടെ പ്രവർത്തനം തീരെ കുറഞ്ഞ് GFR 15 എത്തുമ്പോഴാണ് ഡയാലിസിസ് ആവശ്യമായി വരുന്നത്. അതുവരെ കാത്തിരിക്കാതെ GFR 90 താഴെ എത്തി എന്ന് കണ്ടാൽ ഉടൻ തന്നെ കിഡ്നിയുടെ പ്രവർത്തനം കുറയാനുള്ള കാരണം കണ്ടെത്തി പരിഹരിച്ചാൽ ക്രോണിക് റീനൽ ഫെയിലിയറും കിഡ്നി മാറ്റിവെക്കലും ഒന്നും ആവശ്യമായി വരില്ല. കിഡ്നി രോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്താണ് കിഡ്നി എന്നുള്ളത് അറിയണം, അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് അറിയണം. കിഡ്നി നമുക്കെല്ലാം അറിയാം, നമ്മുടെ വയറിന് ബാക്കിലായിട്ട് ഒരു 2 സൈഡിലും ഓരോ കിഡ്നി ഉണ്ട്. അതിൻ്റെ ശരിക്കും പറഞ്ഞ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് തന്നെ അതിനൊരു എക്സ്ക്രീറ്ററി അവയവമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ബ്ലഡിൽ അതിനകത്തോടെ ഒരു അരിപ്പ പോലെ വർക്ക് ചെയ്ത് നമ്മുടെ ബ്ലഡിലെ വേസ്റ്റൊക്കെ കളക്ട് ചെയ്ത് അതിനെ യൂറിനാക്കി മാറ്റി മൂത്രമായിട്ട് സഞ്ചിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പുറത്ത് കളയും. അപ്പോൾ അതൊരു വേസ്റ്റ് റിമൂവലാണ് കിഡ്നിയുടെ മെയിനായിട്ടുള്ള ഫങ്ഷൻ വരുന്നത്. അതിൽ ശരിക്കും നമ്മൾ കിഡ്നിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 കിഡ്നി ഉള്ളെങ്കിലും അതിന് ഓരോ കിഡ്നിക്കകത്തും ഒരു നെഫ്രോൺസ് എന്ന് പറയും, അതാണ് ഓരോ അരിപ്പയായിട്ട് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 1 മില്യൺ, അതായത് 10 ലക്ഷത്തോളം നെഫ്രോൺസ് അരിപ്പകൾ ഉണ്ട് 2 കിഡ്നിയിലും. അങ്ങനെ ഒന്നും 2 ഇതാണ് നോർമലി ഉണ്ടാകുക. ചിലർ കുറച്ച് കൂടുതലായിരിക്കും, ചിലർ കുറവായിരിക്കും.
അപ്പോൾ ഈ ചിലരിൽ ഇപ്പോൾ ഈ കിഡ്നി രോഗം വരുന്ന പലരിലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് ചിലപ്പോൾ ഉണ്ടാകുന്നതേ തന്നെ കിഡ്നിയുടെ നെഫ്രോൺസിൻ്റെ അളവ് കുറവായിരിക്കും. അന്നേരം നമ്മൾ അറിയണമെന്നില്ല. കാരണം നമ്മളുടെ ഒരു കിഡ്നി ഉള്ളവർക്ക് പോലും നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പം ഫങ്ഷൻസ് നോർമലായിരിക്കും. നമ്മളുടെ ഒരു 75% കിഡ്നിയുടെ ഫങ്ഷൻ പോകുമ്പോൾ, അതായത് 50% പോയാൽ ഒരു കിഡ്നി ഉള്ളവർക്ക് ഒരാൾ ദാനം ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കിഡ്നി ഫങ്ഷനൊക്കെ നോർമലായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി താഴെ, അത് എത്ര വരെയും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും കണക്കനുസരിച്ചാണ്. ഓൺ ആൻ ആവറേജ് 1,000,000 നെഫ്രോൺസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ ഒരു പ്രശ്നമില്ലാതെ ഫങ്ഷൻ ചെയ്യും. പക്ഷേ ചിലർക്ക് ജന്മനാ തന്നെ കിഡ്നിയിലെ നെഫ്രോൺസ് കുറവായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്ന പല മരുന്നുകളും, ഇപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസ് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ടോക്സിൻസ് ഫുഡിൽ കൂടെ വരുന്നതോ ഒക്കെ കുഞ്ഞിൻ്റെ ആ ഓർഗൻ ഓഫ് ജനസിസ്, അല്ലാതെ കിഡ്നിയൊക്കെ ഉണ്ടാകുന്ന ആ സമയത്ത് അങ്ങനത്തെ മരുന്നുകളോ ടോക്സിൻസോ ഒക്കെ എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ, അതുപോലെ ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കിഡ്നിയുടെ നെഫ്രോൺസ് കുറഞ്ഞു പോകുന്ന. അപ്പോൾ അങ്ങനെ കുറഞ്ഞവരിൽ നമ്മൾ ഒരു കിഡ്നി കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമൊക്കെ വരുമോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് കിഡ്നി ഫെയിലിയറിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വരും എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് കിഡ്നിയുടെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടോ എന്നുള്ളത്, അത് വേസ്റ്റ് റിമൂവ് ചെയ്യണം. അത് കൂടാതെ കിഡ്നി മറ്റെന്തൊക്കെ ഫങ്ഷനുകളാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം അതിൽ വരുന്നത് നമ്മൾ വേസ്റ്റ് എന്ന് പറയുമ്പോൾ കിഡ്നി മെയിനായിട്ട് കളയുന്ന ഈ പ്രോട്ടീൻ്റെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബോഡി ബിൽഡിംഗ് ആയിട്ട് മസിലൊക്കെ ഉണ്ടാക്കാനുള്ള പ്രോട്ടീൻ, അതിൻ്റെ ആ പ്രോട്ടീൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റായിട്ട് വരുന്ന അതുപോലെ നമ്മളുടെ ജെനറ്റിക് മെറ്റീരിയലുണ്ട്, യൂറിക് ആസിഡ്. മറ്റേ പ്രോട്ടീൻ്റെത് വരുന്നത് ഈ ക്രിയാറ്റിന്, ഈ ബ്ലഡ് യൂറിയ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ അത് പ്രോട്ടീൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റാണ്. പിന്നെ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA ജെനറ്റിക് മെറ്റീരിയലിൻ്റെയൊക്കെയാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, അതിൻ്റെയും വേസ്റ്റായിട്ട് വരുന്നതൊക്കെ കിഡ്നിയാണ്. നമ്മൾ ലിവർ അതിനെ ഡീടോക്സിഫൈ ചെയ്യും, കിഡ്നി വേണം അതിന് കളയാൻ. പിന്നെ നമ്മുടെ നമ്മൾ വെള്ളം കൂടുതൽ കുടിച്ചാൽ വെള്ളം പുറത്തേക്ക് പോകണമല്ലോ, അല്ലെങ്കിൽ നീർക്കെട്ട് വരും. കിഡ്നി രോഗം വരുമ്പോഴും നമ്മൾ നീരാണല്ലോ വരുന്നത്. വെള്ളം കൂടുതലുണ്ട്, അതും കളയണം. വെള്ളത്തിൽ അലിയിപ്പിച്ചാണ് നമ്മൾ ഈ വേസ്റ്റ് ആണെങ്കിലും യൂറിയ ആണെങ്കിലും ക്രിയാറ്റിനൊക്കെ കളയുന്നത്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഉപ്പ് കൂടിപ്പോയാൽ അതും അതിലെ കിഡ്നി കൂടെയാണ് നമ്മൾ കളയേണ്ടത്. പിന്നെ പലതരം ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട് കിഡ്നി. വൈറ്റമിൻ ഡി, അതുപോലെ എറിത്രോപോയറ്റിൻ, അതായത് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാക്കാനുള്ള, നമ്മളുടെ മജ്ജയിലാണ് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഓർഡർ പോകുന്നത് ശരിക്കും കിഡ്നി ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ വെച്ചാണ്. അത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതായത് രക്തത്തിൻ്റെ അളവ് കിഡ്നിയിലേക്ക് ചെല്ലുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എറിത്രോപോയറ്റിൻ വരും, അത് പോയി മജ്ജയിൽ പോയി കൂടുതൽ ഉണ്ടാക്കിക്കും. അതുപോലെ വൈറ്റമിൻ ഡിയുടെ ഏറ്റവും മോസ്റ്റ് ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത് കാൽസിട്രയോൾ എന്ന് പറയുന്നതാണ്. അതുണ്ടാക്കണമെങ്കിൽ വൈറ്റമിൻ D2നെ 3 ആക്കണമെന്ന്, D3 പിന്നെ വൈറ്റമിൻ D3 കാൽസിട്രയോൾ ഉണ്ടാക്കുന്നതും കിഡ്നി തന്നെയാണ്. അതുപോലെ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്ന് പറഞ്ഞൊരു BP കൺട്രോളിന് വേണ്ട ഒരു മെയിൻ ബേസ് പ്രോട്ടീനാണ് റെനിൻ എന്ന് പറയുന്നത്. അതൊരു ഹോർമോണാണ്, അതുണ്ടാക്കുന്നതും കിഡ്നിയാണ്. അപ്പം നമ്മുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, BP കൺട്രോൾ, ഇതെല്ലാം കിഡ്നിയുടെ ഫങ്ഷൻ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ മാത്രമല്ല. ഈ പെട്ടെന്നുള്ള റീനൽ ഫെയിലിയർ വരുന്നത് ഇപ്പം പാമ്പ് കടിച്ചോ അല്ലെ വിഷമോ എന്തെങ്കിലും ഉള്ളിൽ ചെന്നോ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കറക്റ്റാക്കി ചെയ്ത് നമ്മൾ ഡയാലിസിസ് ഒക്കെ കൊടുത്ത് ആ ടോക്സിൻസ് അങ്ങ് ഒഴിവാക്കി കൊടുത്തു, അല്ലെ ബ്ലഡ് ലോസ് വന്നു, പെട്ടെന്ന് തന്നെ ബ്ലഡൊക്കെ നമ്മൾ ട്രിപ്പൊക്കെ കൊടുത്തോ അല്ലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുത്തോ ഒക്കെ ശരിയാക്കി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഈവൻ ഒരു കിഡ്നി ഫെയിലിയറിലേക്ക് പോയാലും കറക്റ്റ് ടൈമിൽ ഡയാലിസിസും വേണ്ട സപ്പോർട്ട്, ഇപ്പം നമ്മുടെ മോഡേൺ മെഡിസിനിൽ അങ്ങനത്തെയൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഡയാലിസിസ് യൂണിറ്റുകൾ ഇപ്പോൾ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് റിവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പതുക്കെ വരുന്ന ക്രോണിക് ഡിസീസിലാണ് നമ്മൾ അറിയാതെ പോകും. അത് നേരത്തെ കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ റീനൽ ഫെയിലിയറിലേക്ക് പോകുന്നതിൻ്റെ, അതായത് ഇപ്പം ഈ ഡയാലിസിസിലും ഒക്കെ പോകുന്ന പേഷ്യൻസിന് ഒരു 80% ഡയബറ്റിക് ആയിരിക്കും എന്നുള്ളതാണ്. ഇതിന് 80 അല്ല 90% ഡയബറ്റിക്കോ അല്ലെ BP ഉള്ളവരോ അല്ലെങ്കിൽ ഡിസ്ലൈപ്പിഡീമിയ, ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുതലുള്ളവർ, അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഡയാലിസിസിന് വിധേയരാകേണ്ടി വരുന്നത്. അപ്പം ഏറ്റവും പ്രിഡിസ്പോസിങ്, അതായത് അല്ലെങ്കിൽ ഈ കിഡ്നി രോഗം ഉണ്ടാകാൻ സാധ്യതയുള്ള ഡയബറ്റിക് പേഷ്യൻസ്, അമിത രക്തസമ്മർദ്ദമുള്ളവർ, അതിൽ കൊളസ്ട്രോൾ കൂടുതലുള്ളവർ, ഓവർ വെയ്റ്റ്, ദുർമേധസ്, ശരീരത്തിൽ കൂടുതൽ കൊഴുപ്പുള്ളവർ,
പിന്നെ ഉള്ളത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവരാണ്. അതായത് നമ്മളുടെ ബോഡി തന്നെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അത് ഈവൻ കൊച്ചു കുട്ടികളിൽ വരാൻ നെഫ്രൈറ്റിസ്, നെഫ്രോട്ടിക് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൊച്ചു കുട്ടിയായിരുന്നപ്പം ഈ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ യൂറിനിൽ കൂടെ ബ്ലഡ് പോകുന്ന പോലെയുള്ള ചായ വെള്ളം പോലെ യൂറിൻ പോകുന്ന ഒരു കണ്ടീഷനാണ്. അതിൻ്റെ കൂടെ ബി പി ഒക്കെ കൂടും. പിന്നെ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നീരൊക്കെ വന്ന് ബി പി ഒക്കെ കൂടുന്നൊരു കണ്ടീഷൻ കൊച്ചു കുട്ടികൾക്ക് വരാം. അത് മിക്കവാറും ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞാൽ ഈ തൊണ്ടയിൽ നമ്മുടെ ടോൺസിലൈറ്റിസ് പോലെ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് ആ ബാക്ടീരിയയും നമ്മളുടെ ബോഡിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിൽ വരുന്നതാണ് ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് പോലെ വരുന്നത്. അതിൽ നിന്ന് റിക്കവർ ചെയ്ത് കുട്ടികൾക്ക് വീണ്ടും ഈ പറഞ്ഞാൽ പ്രായമായി കഴിയുമ്പോഴേക്കും അപ്പോഴേക്കും ചിലപ്പോൾ ഈ കുറേ റെഫറൻസ് ഒക്കെ നശിച്ചു പോയിട്ടുണ്ടാകും. അപ്പോൾ അതായത് ആ ബേസിക് അരിപ്പകളുണ്ടല്ലോ അതിൻ്റെയൊക്കെ നമ്പർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ലോ ഗ്രേഡ് ആദ്യം ഒരു വലിയ ഇതായിട്ട് വന്നു, പിന്നെ അതിങ്ങനെ പതുക്കെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർക്കും പ്രായമാകുമ്പോഴേക്കും ചിലപ്പോൾ IgA നെഫ്രോപ്പതി എന്നൊക്കെ പറഞ്ഞു ചില തരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട്. അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും കിഡ്നിക്ക് കൊച്ചിലെ പ്രോബ്ലം വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ റിക്കറൻ്റ് ആയിട്ട് വരികയോ അല്ലെ യൂറിനറി സ്റ്റോൺ വരിക അല്ലെ കിഡ്നി സ്റ്റോൺ വന്നിട്ട് ഇപ്പം ഈ പൊടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, നമ്മൾ ഷോക്ക് വേവ് കൊടുത്തിട്ട് അൾട്രാസൗണ്ട് വെച്ചിട്ട് പൊടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ അൾട്രാസൗണ്ട് വെച്ച് പൊടിക്കുമ്പോൾ ഈ നമ്മുടെ സ്റ്റോണിനെ പൊടിക്കാനാണ് പോകുന്നതെങ്കിലും അത് നല്ല ശക്തിയേറിയ കാര്യമാണ്. സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞാലും വളരെയധികം നമുക്ക് കട്ടിങ് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പലപ്പോഴും ഓപ്പറേഷന് സിസർ കട്ടിങ്ങിന് പകരം നമ്മൾ അൾട്രാസൗണ്ട് കട്ടിങ്ങിനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറേ നെഫ്രോൺസിനെ ഇത് ചെയ്യാം. അപ്പോൾ ചിലരൊക്കെ നമുക്ക് കാണാം 3-4 പ്രാവശ്യമൊക്കെയാണ് ഷോക്ക് ഈ സ്റ്റോൺ വരും, പിന്നെയും കുറച്ച് നാൾ കഴിയും പിന്നെയും വരും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഷോക്ക് വേവ് തെറാപ്പി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് 3-4 പ്രാവശ്യം ആകുമ്പോഴേക്കും കിഡ്നി ഫെയിലിയറിലേക്ക് പോകും. അതും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്ടെന്ന് വരുന്ന റീനൽ ഫെയിലിയർ വന്നു, അതിനകത്ത് ഡയാലിസിസും ഒക്കെ എടുത്ത് സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരും കൂടുതൽ കിഡ്നിയുടെ ഹെൽത്തിനെ കുറിച്ച് സൂക്ഷിക്കണം. കാരണം അവരുടെയും കുറേ നെഫ്രോൺസ് പോയി കാണും. 50% പോയാൽ പോലും നമ്മളൊരു സിംറ്റം ഉണ്ടാവില്ല, ഈവൻ ടെസ്റ്റ് ചെയ്താൽ പോലും അറിയാൻ പറ്റില്ല. പിന്നെ കിഡ്നിക്കൊരു പ്രോബ്ലം വന്നൊരു സിംറ്റംസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പോയി കഴിഞ്ഞിട്ടായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാം തീർന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ നീര് കെട്ടാനും ഈ ക്രിയാറ്റിനൊക്കെ കൂടി ഛർദിൽ പോലെ യൂറിയയും ക്രിയാറ്റിനൊക്കെ കൂടി ഛർദിലൊക്കെ വരുമ്പോഴേക്കും GFR ഒക്കെ <15 ആയി ഓർ <10 ആയി അത്രയും കുറഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ആ സ്റ്റേജിലെത്തിയ നമുക്ക് ഈ നെഫ്രോൺസിനെ ഒന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതേസമയത്ത് നോർമലി വേണ്ടത് ഒരു GFR 90-ന് മുകളിലാണ്. GFR കിഡ്നിയുടെ ഫങ്ഷൻ്റെ പെർസെൻറ്റേജ് അല്ല, 90% ഫങ്ഷൻ എന്നുള്ളതല്ല. അത് ശരിക്കും കിഡ്നിയുടെ നെഫ്രോൺസ് ഒരു 90% പോയി കഴിയുമ്പോഴേക്കും ആയിരിക്കും. അതൊക്കെ എത്രയാണെന്ന് നമുക്കിപ്പോഴും ക്ലിയർ അല്ല. കാരണം ഓരോ നെഫ്രോൺസ് ഓരോ കിഡ്നിയിൽ എത്ര ഉണ്ടെന്ന് നമുക്കിതുവരെ ഇങ്ങനെയുള്ളവരിലാണെന്ന് നമുക്കറിയാൻ പറ്റിയിട്ടില്ല. പക്ഷേ മോസ്റ്റ് പ്രോബ്ലി 90% നെഫ്രോൺസ് പോയി കഴിയുമ്പോഴായിരിക്കും ഈ GFR 90-ന് താഴോട്ട് വരാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മൾ 90-ന് താഴെ വരുമ്പോൾ തന്നെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, 70 ഇരിക്കുമ്പോഴും 60 ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ കുഴപ്പമില്ല എന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് പിന്നെയും താഴെ പോയിരിക്കും. പ്രത്യേകിച്ച് ഡയബറ്റീസ് ഈ പ്രിഡിസ്പോസിങ് ഫാക്ടേഴ്സ് ഉള്ളവരാണല്ലോ. വെറുതെ ആരുടെയും കിഡ്നി ഫങ്ഷൻ കുറഞ്ഞു പോവില്ല. അല്ലെങ്കിൽ നമുക്ക് ജന്മനായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ കിഡ്നിക്ക് ഒരു ഡാമേജ് വന്നതുകൊണ്ടാണ്. ചിലപ്പോൾ പലപ്പോഴും സബ് ക്ലിനിക്കലായിട്ട് ഈ ലോങ് ടൈം മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ മരുന്നിനോട് അലർജിയൊക്കെ പോലെ വരുമല്ലോ. അങ്ങനെയുള്ളവർക്കും ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ കിഡ്നി ഫങ്ഷനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ നമ്മൾ അറിയാതെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്കാണ് നമ്മൾ നേരത്തെ ടെസ്റ്റുകളൊന്നും ചെയ്ത് നോക്കിയില്ലെങ്കിൽ നമ്മൾ എൻഡ് സ്റ്റേജിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ ആ കിഡ്നി ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറഞ്ഞു പോകും. അത് കൂടാതെ പിന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടല്ലോ, അതായത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന, അതുപോലെ സ്കിന്നിൽ എക്സീമ, സോറിയാസിസ്, പലതരം അലർജികൾ, പിന്നെ മറ്റ് ഏത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെങ്കിലും ശരിക്കും ആർത്രൈറ്റിസ്, ഇങ്ങനെയുള്ളവർക്കും ഈ കിഡ്നി രോഗം വരാൻ സാധ്യതയുണ്ട്. അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽപ്പെട്ട കിഡ്നി രോഗം വരാനാണ് കൂടുതൽ അങ്ങനെയുള്ളവർക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം രോഗമുള്ളവർക്ക് ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ഇങ്ങനത്തെ പല മെറ്റബോളിക് സിൻഡ്രോമിൽ അല്ലെങ്കിൽ അങ്ങനത്തെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാക്കാവുന്ന. അതിൻ്റെ കൂടെ ചിലപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് IgA നെഫ്രോപ്പതി പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും കൂടെ കിഡ്നിക്ക് വരാം.
അപ്പം അതും സൂക്ഷിക്കണം ബേസിക്കലി. പിന്നെ ഇതിനൊക്കെ നമ്മൾ ഈ രോഗമുള്ളവരാണല്ലോ മരുന്ന് കഴിക്കുന്നത്. ഈ മരുന്നെല്ലാം കിഡ്നിയുടെ വർക്ക് ലോഡ് കൂട്ടും, കിഡ്നിക്ക് ദോഷം ചെയ്യും, ഏത് മരുന്നാണേലും. പിന്നെ നമ്മൾ ഈവൻ ചിലപ്പം ചില ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ കിഡ്നി ഫെയിലിയറിലേക്ക് തന്നെ പോകാം. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതൽ എടുക്കുന്ന ചില നെഫ്രോടോക്സിക് ആൻറ്റിബോഡീസ് ഉണ്ട്. അതുപോലെ ക്യാൻസർ മെഡിസിൻസ് ഒക്കെ വളരെ ടോക്സിക് ആവാം. എല്ലാവർക്കും ആവണമെന്നില്ല, ചിലർക്ക് വെരി ടോക്സിക് ആകാം, റീനൽ ഫെയിലിയറിലേക്ക് പോകും. അപ്പോൾ ചിലപ്പോൾ പലപ്പോഴും മരുന്ന് തന്നെ നിർത്തേണ്ടി വരും. അതുകൊണ്ടാണ് യൂഷ്വലി ഇങ്ങനത്തെ മരുന്നൊക്കെ എടുക്കുമ്പോൾ എവറി വീക്ക് സ്ട്രോങ്ങർ ആയിട്ടുള്ള മരുന്നുകൾ എടുക്കുമ്പോൾ ആൻറ്റിബയോട്ടിക്സും അതുപോലെ സ്ട്രോങ് ആൻറ്റിബയോട്ടിക്സും പ്രത്യേകിച്ച് ഈ ടി ബിക്കൊക്കെ പോലെ മൾട്ടി ഡ്രഗ് റെജിമൊക്കെ വരുമല്ലോ, 3-4 ആൻറ്റിബയോട്ടിക്സ് ഒന്നിച്ചെടുക്കുക. അല്ലെ ക്യാൻസറിന് വേണ്ടിയിട്ടും പലപ്പോഴും കീമോതെറാപ്പിയിലൊക്കെ 3-4-5 മരുന്നുകൾ ഒന്നിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്തരം ഇതൊക്കെ ഉള്ളപ്പം നമ്മൾ കിഡ്നി ഫങ്ഷൻ നോക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കുറഞ്ഞു പോകും. ഈവൻ കിഡ്നിയെ അഫക്റ്റ് ചെയ്യാവുന്നത് നമ്മൾ പലതരം സ്കാനിങ്ങുകൾ ചെയ്യുമല്ലോ. അപ്പോൾ സ്കാനിങ് ചെയ്യുമ്പോൾ നമ്മൾ കരുതുമ്പോൾ ജസ്റ്റ് അത് റേഡിയേഷൻ മാത്രമേ ഉള്ളെന്ന്. ആക്ച്വലി സ്കാനിങ് ചെയ്യുമ്പോൾ മിക്കവാറും സ്കാനിങ്ങിൽ പിക്ചറിന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഡൈ ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടി വരും. പലതരം ഡൈ ആ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അതൊക്കെ തന്നെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് നമ്മൾ കിഡ്നി കോംപ്രമൈസ്ഡ് ആണെങ്കിൽ ആ ഒരു ഇഞ്ചെക്ഷൻ മതിയാകും ചിലപ്പോൾ റീനൽ ഫെയിലിയറിലേക്ക് പോകാൻ. പിന്നെ ആ മരുന്നിനോട് തന്നെ അല്ലെങ്കിൽ ആ ഡൈ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന മരുന്നെന്ന് പറയാൻ പറ്റില്ല, മരുന്നൊരു രോഗം ഭേദമാകാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണല്ലോ. ഇതതിനല്ല, ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നല്ല പടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഇതൊക്കെ വരാം. നെക്സ്റ്റ് നമുക്ക് കിഡ്നിയുടെ ഫെയിലിയർ അല്ലെ കിഡ്നിക്കൊരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് എങ്ങനെയാണ് നേരത്തെ തിരിച്ചറിയാൻ പറ്റുക? നമ്മൾ സിംറ്റംസ് വരുന്നത് നമ്മൾ ഇങ്ങനെ ലക്ഷണങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീര് കെട്ടാൻ തുടങ്ങുക, അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥത, ഛർദിൽ പോലെ വരിക. പലപ്പോഴും ചില പേഷ്യൻസൊക്കെ വരുന്നത് അവർ 30 വയസ്സ് 28 വയസ്സ് അല്ല 40 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ, അവർക്ക് ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു ദിവസം ഛർദിലും ഒക്കെ വന്നപ്പം വയറിന് എന്തോ ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് എഴുതി ഹോസ്പിറ്റലിൽ ചെന്ന് ടെസ്റ്റുകൾ നോക്കുമ്പോഴായിരിക്കും ക്രിയാറ്റിൻ ചിലപ്പം 8-9 ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു പ്രോബ്ലത്തിലേക്ക്, ഇത് റിയലി ഒരു സിംറ്റമാറ്റിക് സിറ്റുവേഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ മിക്കവാറും ക്രിയാറ്റിനും യൂറിയൊക്കെ ഒത്തിരി കൂടിക്കഴിഞ്ഞിട്ടായിരിക്കും. അത്രയധികം ടോക്സിൻ ലെവൽ വന്ന് ബ്രെയിനിലെ അത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ ഛർദിലൊക്കെ, അതായത് നമ്മുടെ ബ്രെയിനിൽ കുറേ മെക്കാനിസം ഉണ്ട് ഈ ഛർദിലൊക്കെ ഉണ്ടാക്കുന്നത്, അതിലേക്ക് വരുമ്പോൾ അത് ഒത്തിരി ടോക്സിൻ കൂടിക്കഴിയുമ്പോഴാണ്. പിന്നെ അതുപോലെ മേത്തൊത്തിരി വെള്ളം കെട്ടി നീരൊക്കെ വരാൻ തുടങ്ങുമ്പോൾ. ഇപ്പം അല്ലാതെ തുടക്കത്തിലേ ഉള്ളവർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യൂറിൻ പതയുന്ന പോലെ വരും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും മുഖമൊക്കെ ഒരു നീർക്കെട്ട് പോലെ തോന്നുക. ആദ്യം അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലിനാണേലും മുഖത്താണേലും ഒന്നും നീര് വരേണ്ട കാര്യമില്ല, അപ്പം മുഖത്തായിരിക്കും അങ്ങനെയുള്ളവരിലൊക്കെ വരാനുള്ള സാധ്യത. അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് കുറച്ചും കൂടെ നേരത്തെ. പക്ഷെ അപ്പോഴേക്കും തന്നെ നന്നായിട്ടൊരു റീനൽ ഫംഗ്ഷൻ ഒരു 4th ഫേസിൽ എത്തിക്കഴിഞ്ഞിട്ടേ അതൊക്കെ വരാൻ തുടങ്ങുള്ളൂ. അതായത് GFR 30 താഴെ വന്നു കഴിയുമ്പോഴേ എന്തെങ്കിലും ഒരു സംശയം പോലും നമുക്ക് തോന്നുള്ളൂ. ഇതിനൊക്കെ മുമ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റുകൾ നമുക്കിവിടെ വളരെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണല്ലോ, അവനവന് തന്നെ പോയി നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ റീനൽ ഫങ്ഷൻ ടെസ്റ്റിൽ നമ്മൾ യൂറിയ, ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ് ഇതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ GFR, അതിൻ്റെ ഒരു കാൽക്കുലേഷനാണ് നമ്മൾ നോക്കുന്നത്. GFR ആണ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ യൂറിന് നോക്കുകയാണ്, യൂറിനിൽ പ്രോട്ടീൻ അല്ലെ ആൽബുമിന്, അതുപോലെ RBCs അത് തീരെ ചെറുതാണല്ലോ. അപ്പോൾ ഈ അരിപ്പയ്ക്ക് എഫിഷ്യൻ്റ് അല്ല നമ്മുടെ അരിപ്പ, വലിയ ഇതായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ RBCസും കൂടെ അതിനകത്തൂടെ അരിച്ചു പോകാൻ തുടങ്ങും. അപ്പോൾ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഒരു ലക്ഷണമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇൻഫെക്ഷൻ വന്നാലും അങ്ങനെ വരും. അതുപോലെ RBCs കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുണ്ട്, യൂറിനറി ഇൻഫെക്ഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ, കിഡ്നിക്ക് IgA നെഫ്രോപ്പതി പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണോ നോക്കണം. പിന്നെ യൂറിനിൽ തന്നെ ക്രിസ്റ്റൽസ് കാണും, അതായത് സ്റ്റോൺ വരാൻ സാധ്യതയുള്ളവരാണെങ്കിൽ, റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റോൺ വന്നാൽ, ഇൻഫെക്ഷനും വന്നാൽ അതും റീനൽ പ്രശ്നങ്ങളുണ്ടാക്കാം. അപ്പം ബ്ലഡിലെ റീനൽ ഫങ്ഷനും നോക്കണം, അതുപോലെ യൂറിനുമാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏറ്റവും ഇതായിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഓർക്കണം, ബ്ലഡിലെയാണ് GFR നോക്കണം, യൂറിക് ആസിഡും നോക്കണം. യൂറിക് ആസിഡ് കൂടുമ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും കാണാറുള്ളത് എന്താണ്, യൂറിക് ആസിഡിനെ എടുത്ത് മരുന്ന് കഴിക്കാൻ തുടങ്ങും. ശരിക്കും യൂറിക് ആസിഡിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്ന ഈ ഗൗട്ടുള്ളവർക്കാണ്. അതായത് ഈ ജോയിൻറ്റിനൊക്കെ പെയിനൊക്കെ വന്ന്
ഈ പെരുവിരലിന് കാലിലെ പെരുവിരലിന് വരിക എന്നുള്ളതാണ് സാധാരണ ഗൗട്ടിൻ്റെ ലക്ഷണം. അങ്ങനെ എന്തെങ്കിലും വരുന്നവർക്ക് അതും ഷോർട്ട് ടൈമിലൊക്കെയാണ് ഈ ഫ്ലവോക്സിൻ എന്നൊക്കെ പറഞ്ഞ് മരുന്ന് കൊടുക്കേണ്ടിയിരുന്നത്. ഇതിപ്പം നമ്മളിവിടെ ഒരിക്കൽ പോലും ആർത്രൈറ്റിസ് പോലും വന്നിട്ടില്ലാത്ത ആൾക്കാരും യൂറിക് ആസിഡ് ഉണ്ടെന്നും പറഞ്ഞ് മരുന്ന് കഴിക്കുന്നതാണ് കാണുന്നത്. അത് ശരിക്കും യൂറിക് ആസിഡ് കൂടുന്നതിൻ്റെ റീസൺ എന്താണ്? യൂറിക് ആസിഡ് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിൻ്റെ റീനൽ മാർക്കറാണ്. അത് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കിഡ്നിക്ക് എന്തോ തകരാറുണ്ടെന്നാണ്. അപ്പം നമ്മൾ മരുന്നെടുത്ത് കഴിഞ്ഞാൽ അത് കിഡ്നിയുടെ തകരാറ് കൂട്ടത്തേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് മരുന്ന് വന്നാലും കിഡ്നി വേണം അതിനെ ഇത് ചെയ്യാൻ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അത് മരുന്നല്ല എടുത്ത് കഴിക്കേണ്ടത്. അതിൻ്റെ റീസൺ അതെല്ലാം ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. യൂറിക് ആസിഡ് കൂടുവാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ പ്രോട്ടീനൊക്കെ ഫുഡിലെ കുറയ്ക്കുക, അതുപോലെ ആനിമൽ പ്രോട്ടീൻ കുറയ്ക്കുക, അല്ലാത്തതാണെങ്കിലും ഫുഡിൻ്റെ അളവ് കുറയ്ക്കുക. നമുക്ക് ആവശ്യത്തിന് മാത്രം കഴിക്കുക, ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നു എന്നുള്ളത് കൊണ്ടും കൂടെയാണ് ഇതെല്ലാം വരുന്നത്. മിക്കവാറും കാണാം ഗൗട്ടൊക്കെ വരുന്നത് മിക്കവാറും ഒബേസ് ആൾക്കാർക്കായിരിക്കും. അതാണ് നമ്മൾ നെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ കിഡ്നിയുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ അല്ല റീനൽ CKD ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻലി CKD ആണ്. മറ്റേ അക്യൂട്ടർ വരുന്നതും പെട്ടെന്ന് റീനൽ ഫെയിലിയറിലേക്ക് പോകുന്നത് ഡയാലിസിസ് ചെയ്ത് സപ്പോർട്ടീവ് മെഷേഴ്സ് കൊടുത്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ക്രോണിക് റീനൽ ഫെയിലിയറിലാണെങ്കിൽ നമ്മൾ എപ്പോൾ കണ്ടുപിടിച്ചാലും ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളതാണ്. അപ്പം ക്രോണിക് റീനൽ ഫെയിലിയർ വരുന്നത് ഒന്നുകിൽ ഡയബറ്റീസ് ആയിരിക്കും, ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും, കൊളസ്ട്രോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒബേസിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ പിന്നെ ഉള്ളതാണ് ഓട്ടോഇമ്യൂൺ ഡിസീസായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം മരുന്നുകളും കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഈ കൊളസ്ട്രോളും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ഡയറ്റും ഇതും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്നില്ലാതെ മാറ്റാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം മരുന്നില്ലാതെ ഈ അസുഖങ്ങൾ ഷുഗർ കൺട്രോൾ ആക്കാൻ പറ്റണം, പ്രഷർ കൺട്രോൾ ആക്കാൻ പറ്റണം, കൊളസ്ട്രോൾ കൺട്രോൾ ആക്കാൻ പറ്റണം. പിന്നെ നമ്മുടെ ബോഡിയിൽ എക്സസ് അമിത കൊഴുപ്പുണ്ടെങ്കിൽ അത് കളയണം. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ പ്രൈമറിലി ഏത് ഇതിലാണേലും ലോ കാർബ്, അതുപോലെ പ്രോട്ടീൻ കൂടുതലുണ്ടെങ്കിൽ അതും കുറയ്ക്കണം. നമുക്ക് ഒരു ദിവസം ഒരു 50 ഗ്രാം പ്രോട്ടീൻ്റെ കാര്യമുള്ളൂ. 50 ഗ്രാം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നോൺ വെജിലൊക്കെ ആണെങ്കിൽ മാക്സിമം 250 ഗ്രാമേ ഒരാൾക്ക് ആവശ്യം വരുന്നുള്ളൂ. പിന്നെ നോൺ വെജ് മാത്രമല്ല കഴിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു 100-150 ഗ്രാമൊക്കെ വരാൻ പാടുള്ളൂ. അതുപോലെ പയറുവർഗ്ഗങ്ങൾ, ഫിഷ്, മീറ്റ്, എഗ്ഗ് ഇതിലൊക്കെയാണ് കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കുക, അതാണ് നമ്മൾ ഒന്ന് ചെയ്യേണ്ടത്. അപ്പോൾ ലോ കാർബോഹൈഡ്രേറ്റ്, ഇപ്പോൾ ഒബേസിറ്റിയും കൂടെ ഉള്ളതുകൊണ്ടാണ് കാർബോഹൈഡ്രേറ്റും കുറയ്ക്കുക, ലോ പ്രോട്ടീൻ കഴിക്കുക, സോൾട്ടിൻ്റെ അളവും റെസ്ട്രിക്റ്റ് ചെയ്യുക. ആവശ്യത്തിന്, ഒട്ടും ഇല്ല എന്നല്ല, ചിലർ കാരണം ഒട്ടും കഴിക്കാതിരിക്കുക. അപ്പം നമുക്ക് പലപ്പോഴും കിഡ്നി രോഗം ഉള്ളവർക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ സോഡിയം റിറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി പോയിട്ടുണ്ടാകും. അപ്പം തീരെ സോഡിയമൊക്കെ കഴിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ സോഡിയം കുറഞ്ഞു പോയിട്ട് ക്ഷീണവും തലകറക്കവും BP ഫോളും വരാം. പക്ഷേ ചിലപ്പോൾ സോഡിയം കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഈ BP ഉള്ളവരും കൂടെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ BPക്ക് വേണ്ടിയിട്ടുള്ള മരുന്നും ഉണ്ടാവും. അപ്പോൾ ഈ മരുന്നെല്ലാം സോഡിയം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടും കൂടെയാണ്. പല മരുന്നുകളും അങ്ങനെയാണ്. BPക്ക് കൊടുക്കുന്ന മരുന്നുകൾക്ക് 2 പ്രൈമറി ഫംഗ്ഷൻ ഉണ്ടാകും. ഒന്ന് സോഡിയം പുറത്തേക്ക് കളയുക, പൊട്ടാസ്യത്തിനെ പിടിച്ചു വയ്ക്കുക. അപ്പം കിഡ്നി സീരിയസ്ലി പ്രോബ്ലം ഉള്ളവർക്ക് പൊട്ടാസ്യം കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. കാരണം സാധാരണ കിഡ്നിക്ക് പൊട്ടാസ്യത്തിനെ പുറത്തേക്ക് കളയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, സോഡിയത്തിനെ പിടിച്ചു വയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത് രണ്ടും പോകും. അപ്പോൾ ഇത് അപ്പം നമ്മൾ അതിൻ്റെ കൂടെ അതിനെതിരായിട്ടുള്ള മരുന്നുകളായിരിക്കും BPക്ക് വേണ്ടിയിട്ട് കഴിക്കുന്നത്. പിന്നെ ഈ ഡയബറ്റീസിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകളെല്ലാം കിഡ്നി വേണം പുറത്തേക്ക് കളയാൻ. പിന്നെ ഈ ഡയബറ്റീസിൻ്റെ ഷുഗർ തന്നെ കിഡ്നിക്ക് ടോക്സിനാണ്, അതുകൊണ്ടാണല്ലോ നെഫ്രോപ്പതി വരുന്നത്. അപ്പം ഈ ഡയറ്റ് കൺട്രോൾ ചെയ്ത് നമ്മൾ മരുന്നില്ലാതെ ആകാൻ നോക്കിയാൽ മാത്രമേ നമ്മൾ കിഡ്നിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, കിഡ്നിയെ സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം മരുന്ന് എത്ര കുറയ്ക്കാൻ പറ്റും അത്രയും നല്ലത്. പിന്നെ നമ്മൾ ഡയറ്റിലേക്ക് നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേജ് എന്നനുസരിച്ചിരിക്കും. പിന്നെ സാധാരണ നമ്മൾ ആ ബോഡി കറക്റ്റ് ചെയ്യാനുള്ള ഇപ്പോൾ GFR 60 മുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ റെസ്ട്രിക്ഷൻ വേണ്ട, പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ മാത്രം മതിയാകും. പ്രോട്ടീൻ ഓവറാവരുത് മാത്രം, അത് ഒട്ടും ഇല്ലാതെ ഫിഷോ മീറ്റോ ഒന്നും എടുക്കാതെയൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. ഈ ഒരു 50 ഗ്രാമിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യണം. അതായത് ഡ്രൈ വെയ്റ്റിൻ്റെ കാര്യമാണ് ഈ 50 ഗ്രാം എന്ന് പറയുന്നത്. അപ്പം വെറ്റാകുമ്പം അതൊരു അറൗണ്ട് 200 അത്രയൊക്കെ വേണ്ടി വരുമായിരിക്കും. അപ്പം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് GFR 90 താഴെ വന്നു, പിന്നെ പൊട്ടാസ്യം കൂടാൻ തുടങ്ങിയാൽ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്യേണ്ടത്. അതിനാണ്
ഈ ലീച്ച് ചെയ്ത് കഴിക്കുക എന്നൊക്കെ പറയുന്നത്. തിളപ്പിച്ചിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പൊട്ടാസ്യം, പക്ഷേ പൊട്ടാസ്യം കളയാനാണേലും ചെയ്യുന്നത് നമ്മൾ വൈറ്റമിൻസും മിനറൽസും എല്ലാം അതിൻ്റെ കൂടെ പോകും. അപ്പം അതൊക്കെ നമ്മളൊരു കിഡ്നി ഫെയിലിയർ 30-ന് GFR 30-ന് താഴെ എത്തുമ്പോഴേക്കാണ് ആ നിലയിലൊക്കെ വരുന്നത്. പിന്നെ വെള്ളം നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട വരുന്നത് മിക്കവാറും ഒത്തിരി കൂടിക്കഴിഞ്ഞിട്ടാണ്. ഈവൻ ക്രിയാറ്റിൻ GFR കുറഞ്ഞൊരു 15 താഴെ ആയാലും ഒരു കറക്റ്റായിട്ട് നോക്കി മോണിറ്റർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു ക്രിയാറ്റിൻ ഒരു 5-6 മുകളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലായിരിക്കും വെള്ളം. പക്ഷെ അപ്പോഴും പോലും കറക്റ്റായിട്ട് നോക്കി നമ്മൾ ഈ എന്താ ഡയൂററ്റിക്സ് എന്ന് പറഞ്ഞ മരുന്നുണ്ട്. അതായത് വെള്ളം കിഡ്നിയെ കൊണ്ട് കൂടുതൽ പുറത്തേക്ക് കളയിപ്പിക്കാൻ. ആ മരുന്നും കൂടെ കഴിച്ചുകൊണ്ടാണേലും നമുക്ക് യൂറിൻ ആവശ്യത്തിന്, കാരണം വേസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ യൂറിനും കൂടെ ഉണ്ടാവണം. അപ്പം നമ്മൾ ചില പേഷ്യൻസൊക്കെ കാണാം കിഡ്നി ഫംഗ്ഷൻ ഒന്നും അധികം കുറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം GFR 40-ഉം 50-ഉം ഒക്കെ നിൽക്കുന്നവർ അറിഞ്ഞു കഴിയുമ്പോൾ മുതൽ വെള്ളം കുടിക്കാതാവും. അത് കിഡ്നിക്ക് കൂടുതൽ ദോഷം ചെയ്യും. കിഡ്നി പ്രശ്നമുള്ളവർ വെള്ളം കുറച്ചുകൊണ്ട് വരേണ്ടത് നമുക്ക് കഴിയുന്നതും ഒരു 1500 മുതൽ 2000 മില്ലി യൂറിൻ പോകണം എല്ലാ ദിവസവും. നീര് വന്ന് മാത്രമാണ് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കേണ്ടത്. അപ്പോൾ പോലും നീര് കാണുന്നുണ്ടെങ്കിൽ ഈ ഡയൂററ്റിക് വിഭാഗത്തിൽപ്പെട്ട മരുന്ന് എടുത്ത് അത് കറക്റ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. നീരെന്ന് പറഞ്ഞാൽ കാലേ നീര് വരാം. പിന്നെ ഒത്തിരി റിനൽ ഫെയിലിയറിൽ നിൽക്കുന്ന പേഷ്യൻസിനാണ് പൾമണറി എഡീമ, അതായത് നമ്മുടെ ശ്വാസകോശത്തിലും കൂടെ വെള്ളം കെട്ടാനൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അത് തീരെ ഗ്രേഡ് 5 റിനൽ ഫെയിലിയർ എത്തിയവരായിരിക്കും. അതായത് GFR ഒക്കെ യൂഷ്വലി 15-ന് താഴെ എത്തിയവരെ അങ്ങനെയൊക്കെ വരാറുള്ളൂ. പിന്നെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടാൻ തുടങ്ങുക, അതൊക്കെയാണ് ലേറ്റ് സ്റ്റേജ്. പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടാൻ തുടങ്ങുക, വെള്ളം കെട്ടാൻ തുടങ്ങുക, ഈ നീര് വരാൻ തുടങ്ങും, ഇതൊക്കെയാണ് ലേറ്റ് സ്റ്റേജ്. ആ സ്റ്റേജ് എത്തിക്കുന്നതിൻ്റെ മുമ്പ് കണ്ടുപിടിച്ച് നമ്മൾ എന്തുകൊണ്ട് ഇത് വന്നു, എന്താണ് നമ്മുടെ കോമോബിഡിറ്റി, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, മരുന്നുകൾ, കോസ്മെറ്റിക്സ്. വേറൊരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ എത്തുന്ന ഫുഡിനകത്ത് കളറും പ്രിസർവേറ്റീവ്സും ടേസ്റ്റ് മേക്കേഴ്സും ഒക്കെയുള്ള ഫുഡ്, പിന്നെ കോസ്മെറ്റിക്സ്. നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ഈ ഹെയർ ഡേയും ഹെയർ സ്ട്രൈറ്റ്നറും ഒക്കെ അഡിക്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും ഇപ്പോൾ ഫുഡിനോട് മാത്രമല്ല, ഡ്രഗ്സിനോടും ആൽക്കഹോളിനോടും സ്മോക്കിംഗ് അഡിക്ഷൻ മാത്രമല്ല, പലർക്കും ഇപ്പോൾ കോസ്മെറ്റിക്സ്, പ്രത്യേകിച്ച് ഹെയർ ഡൈ, ഹെയർ സ്ട്രൈറ്റ്നർ, ഇതൊക്കെ ഒരു അഡിക്ഷൻ പോലെയാണ്. കിഡ്നി ഫെയിലിയറോ ഈവൻ ബ്ലാഡർ ക്യാൻസറോ മറ്റ് ക്യാൻസറുകളോ ഒക്കെ ഉള്ളവർ പോലും പിന്നെയും പോയി അതൊക്കെ ചെയ്യും. ഇപ്പം നമുക്ക് വളരെ ക്ലിയറാണ്, ഇപ്പം ഈ ഹെയർ സ്ട്രൈറ്റ്നേഴ്സ്, ഹെയർ ഡൈസ്, ഇതെല്ലാം ക്യാൻസറും ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് വരുത്താം. അതുപോലെ അലർജി വരുമെന്ന് എല്ലാവർക്കും അറിയാം. അലർജി വന്നില്ലെങ്കിൽ, അലർജി ഉള്ളവർക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, ചൊറിഞ്ഞു പൊട്ടാൻ തുടങ്ങി. എന്നാൽ പോലും അതിന് മരുന്ന് ഇട്ടുകൊണ്ട് ഡൈ ചെയ്യുന്നവരുണ്ടെന്നുള്ളതാണ്. പിന്നെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്, നമ്മൾ ഈ ആർത്രൈറ്റിസ്, കിഡ്നിയുടെ തന്നെ IgA നെഫ്രോപ്പതി ഒക്കെ ഇതുണ്ടാക്കാം. പിന്നെ ബ്ലാഡർ ക്യാൻസർ, പിന്നെ ഏത് ക്യാൻസർ വേണേലും, ഏത് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് വേണേലും ഈ കോസ്മെറ്റിക്സ് ഉണ്ടാക്കാം. എന്ത് സാധനം നമ്മൾ കോസ്മെറ്റിക്സ്, പിന്നെ ഈ നമ്മൾ ഈ ലിപ്സിലൊക്കെ ഇടുന്ന ലേഡീസൊക്കെ ഇടുന്ന ഇതുണ്ടല്ലോ, അതിനകത്തൊക്കെ ലെഡും അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കാം. അപ്പോൾ കിഡ്നി ഫെയിലിയർ, പ്രത്യേകിച്ച് GFR 90-ക്ക് താഴെ പോയിട്ടുണ്ട്, ഇത്തരം സാധനങ്ങളുടെയൊക്കെ ഉപയോഗം നമ്മൾ നന്നായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തേ പറ്റൂ. അപ്പം നമ്മൾ ഈ കിഡ്നിയെ സംരക്ഷിക്കണമെങ്കിൽ, അതായത് ഒരു ഡയാലിസിസിലേക്കും റിനൽ ട്രാൻസ്പ്ലാന്റിലേക്കും ഒക്കെ പോകാതെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബേസിക്കലി നോക്കിയാൽ നേരത്തെ കണ്ടുപിടിക്കുക. കിഡ്നി ഫംഗ്ഷൻ, യൂറിനും ബ്ലഡ് ടെസ്റ്റ് നോക്കി, യൂറിനും നോക്കി, GFR നോക്കാൻ നോക്കുക. അതുപോലെ യൂറിനിൽ ആൽബുമിനോ RBC ഒക്കെ പോകുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു എന്ന് നോക്കുക. ലൈഫ് സ്റ്റൈൽ ഡിസീസിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ അതിൽ നിന്ന്, ഇപ്പം ഓൾറെഡി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ അതിനകത്തുനിന്ന് മാറാൻ, ഇപ്പം 10-20 വർഷമായിട്ട് ഡയബറ്റീസിനും ഇൻസുലിനും കുറേ മരുന്നും പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് നമ്മൾ ഈ മരുന്നുകളിൽ നിന്ന് മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ മരുന്നുകളിൽ നിന്ന് മാറുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഞാൻ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഫുഡും ഇതിനുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് എത്ര വ്യത്യാസം വരുന്നുണ്ടെന്ന് നല്ലതുകൊണ്ട് അറിയാം. അത് നമുക്ക് ഒരു വിതിൻ എ മന്ത് ഈ പ്രഷറും ഷുഗറും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ പേഷ്യൻ്റ്
രോഗി ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എത്ര മരുന്ന്, എത്ര വർഷമായ ഡയബറ്റീസിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ മരുന്നാണേലും, ടൈപ്പ് 2 ഡയബറ്റീസ് ആണേലും നമുക്ക് മരുന്ന് വിതിൻ എ മന്ത് മിക്കവാറും എല്ലാം കുറച്ചുകൊണ്ട് വന്ന് നിർത്താനും പറ്റും. അപ്പോഴേക്കും നമ്മൾ തുടക്കത്തിലെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ റീനൽ ഫങ്ഷൻ കൂടി വരികയും ചെയ്യും. നമുക്ക് വിതിൻ ഇപ്പം സ്റ്റേജ് 3 or 4 ഒക്കെ ആണെങ്കിൽ അത് തിരിച്ച് നെക്സ്റ്റ് ലോവർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് ക്രിയാറ്റിനൊക്കെ 8, 9 ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് ഡയാലിസിസ് ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് മാത്രം നോക്കാനേ പറ്റുള്ളൂ. അല്ലാതെ കിഡ്നി ഫങ്ഷൻ കംപ്ലീറ്റ് ഇമ്പ്രൂവ് ചെയ്ത് ഡയറ്ററി റെസ്ട്രിക്ഷനും എക്സസൈസിന് റെസ്ട്രിക്ഷനും ഒന്നും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ അത് ഓർക്കണം, കിഡ്നി ഫെയിലിയർ പ്രോബ്ലം പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ഓർ ഫോർത്ത് നിലയിലേക്കൊക്കെ വന്നാൽ അവർ ഫിസിക്കൽ ആക്ടിവിറ്റി ഒത്തിരിയുള്ള വർക്കുകൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ പ്രാവശ്യം ഫിസിക്കൽ ആക്ടിവിറ്റി ഇപ്പം പ്രത്യേകിച്ച് ലോഡിങ് ആൻഡ് അൺലോഡിങ്, അതുപോലെ ഒത്തിരി എക്സസൈസ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് പോലെയുള്ള എക്സസൈസ് ഒന്നും അവർക്ക് പാടില്ല. കാരണം അങ്ങനത്തെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ മസിൽ ഡാമേജ് വരും. അപ്പോൾ അതെല്ലാം വീണ്ടും ഒരു റീസർക്കുലേഷനും ഒക്കെ വേണ്ടി വരും. അതായത് മസിലിന് ഓരോ പ്രാവശ്യവും നമ്മൾ എക്സസൈസ് ഹെഫ്റ്റിക് ആയിട്ടുള്ളത് ചെയ്യുമ്പോൾ മസിൽ ഡാമേജസ് വരും. അപ്പോൾ നമ്മുടെ ക്രിയാറ്റിനും കൂടും. അത് നമ്മുടെ കിഡ്നിക്ക് വർക്ക് ലോഡ് കൂട്ടും. അപ്പം ഫിസിക്കൽ ആക്ടിവിറ്റിയിലാണെങ്കിലും മോഡറേഷൻ വേണ്ടി വരും കിഡ്നി പേഷ്യൻസ്, പ്രത്യേകിച്ച് ഒരു 3rd, 4th ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ. പിന്നെ 5th നിലയിലുള്ളവരാണെങ്കിൽ ഏറ്റവും മിനിമം ഫിസിക്കൽ ആക്ടിവിറ്റി വെച്ച് അതേസമയത്ത് നമ്മുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള നമ്മുടെ അതിൻ്റെ ഒരു ഫേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ സ്പെഷ്യൽ എക്സസൈസ് പോലെ വേണം ചെയ്യാൻ. അല്ലാതെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഫാസ്റ്ററായിട്ട് ഡിറ്ററേഷൻ വരാം. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ഒട്ടുമിക്ക വൃക്കരോഗങ്ങളും വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനും GFR അതായത് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്, യൂറിൻ ടെസ്റ്റ്, സീറം ക്രിയാറ്റിന്, ബ്ലഡ് യൂറിയ, യൂറിക് ആസിഡ് തുടങ്ങിയ പരിശോധനകളിൽ വ്യതിയാനങ്ങൾ വന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് റീനൽ ഫെയിലിയറിൽ എത്തുന്നത്. 2, GFR 90ലേക്ക് വരികയോ യൂറിക് ആസിഡ് പോലുള്ള കിഡ്നി മാർക്കേഴ്സ് കൂടുകയോ യൂറിനിൽ ആൽബുമിൻ, RBC തുടങ്ങി കിഡ്നി സംബന്ധമായ പരിശോധനകളിൽ അപാകത കണ്ടാൽ ഉടനെ വേണ്ട ശ്രദ്ധ നൽകി രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം കണ്ടെത്തി പരിഹരിക്കുന്നതിലൂടെ വൃക്കയുടെ ആരോഗ്യം തിരിച്ചുപിടിക്കാനും രോഗം കൂടി റീനൽ ഫെയിലിയറിൽ എത്തി ഡയാലിസിസും വൃക്ക മാറ്റിവയ്ക്കുന്ന നിലയിലേക്കും എത്തുന്നത് തടയാനും സാധിക്കുന്നതേയുള്ളൂ. 3, 90% വൃക്കരോഗങ്ങൾക്കും കാരണം ജീവിതശൈലിയിലെ അപാകതകൾ മൂലം ഉണ്ടാകുന്ന പ്രമേഹവും പ്രഷറും അമിത കൊഴുപ്പുമാണ്. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ അത്തരം രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും മോചനം നേടുക എന്നതാണ് കിഡ്നി രോഗങ്ങൾക്കായുള്ള ചികിത്സയുടെ ആദ്യഘട്ടം. 4, ഭക്ഷണത്തിലൂടെയും ലേപനങ്ങളിലൂടെയും ഉള്ളിലെത്തുന്ന പ്രിസർവേറ്റീവുകളും കെമിക്കലുകളും മരുന്നുകളും ഒക്കെ കിഡ്നിയുടെ ജോലിഭാരം വർദ്ധിപ്പിക്കും. ഇത്തരം വിഷാംശം ശരീരത്തിലെത്തുന്നത് കഴിവതും കുറയ്ക്കണം. 4, ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന വിഷാംശം കുറയ്ക്കാൻ ശ്രമിക്കുക എന്നതാണ്. അതിനായി മിതമായ വ്യായാമത്തിലൂടെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് കോശങ്ങൾക്കുള്ളിലും പുറത്തും അടിഞ്ഞിരിക്കുന്ന വിഷാംശം മാറ്റാൻ സഹായിക്കുക എന്നതാണ്. 5, മറ്റു വിസർജനങ്ങളായ കരൾ, ത്വക്ക്, ശ്ലേഷ്മസ്തരം എന്നിവയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുക എന്നതാണ്. കിഡ്നി രോഗികളിൽ ഫാറ്റി ലിവർ പോലുള്ള കരൾ രോഗങ്ങളും കൂടി ഉണ്ടാകുന്നത് സാധാരണമാണ്. ഭക്ഷണത്തിലെ ഊർജം കുറയ്ക്കുകയും പോഷകങ്ങൾ ഉറപ്പാക്കുകയും വ്യായാമത്തിലൂടെ അമിത കൊഴുപ്പ് മാറ്റാൻ സഹായിക്കുകയും ചെയ്താൽ ഫാറ്റി ലിവർ മാറി കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും. ഒപ്പം തന്നെ ത്വക്കിലും ശ്വാസകോശത്തിലെയും കുടലിലെയും ലൈനിങ് കോശങ്ങളും ആരോഗ്യമുള്ളവരാകുമ്പോൾ വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളാൻ അവരും സഹായിക്കും. 6, ചർമ്മത്തിലൂടെ വിയർപ്പിലൂടെ വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളാനുള്ള അവസരം ഉണ്ടാക്കുക എന്നതാണ്. ഇത് കിഡ്നിയുടെ ജോലിഭാരം കുറയ്ക്കുകയും ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യും. വൃക്ക രോഗികൾക്ക് ത്വക്കിൽ കറുപ്പ് നിറവും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകുന്നത് സാധാരണമാണ്. അതിന് കാരണം വിസർജ്യ വസ്തുക്കൾ ത്വക്കിലൂടെ മാറ്റാനുള്ള ശ്രമത്തിൽ വിഷാംശം അവിടെ അടയുന്നതാണ്. സ്റ്റീം അഥവാ നീരാവി ഉപയോഗിച്ച് വിയർപ്പ് ഗ്രന്ഥികളെ ഉത്തേജിപ്പിച്ച് വിയർപ്പിലൂടെ വിസർജ്യ വസ്തുക്കളും വിഷാംശവും മാറ്റുന്ന രീതി ആയുർവേദത്തിലും മറ്റ് ചികിത്സാ രീതികളിലും പ്രാചീന കാലം മുതൽ ഉപയോഗിച്ചിരുന്നു. അടുത്ത കാലത്തായി മോഡേൺ മെഡിസിൻ്റെ ഭാഗമായി കിഡ്നി രോഗികളിൽ നടത്തിയ പല പഠനങ്ങളും കാണിക്കുന്നത് സ്റ്റീം സോണ, ഇൻഫ്രാറെഡ് സോണ തുടങ്ങിയ ഉപയോഗിച്ച്
വിയർപ്പിലൂടെ വിസർജ്യ വസ്തുക്കൾ മാറ്റുന്ന രീതി കിഡ്നി രോഗികൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്നതാണ്. കിഡ്നി രോഗികൾ ഇത്തരം മാർഗങ്ങളുടെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് അറിവ് നേടുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ ഡയാലിസിസ്, കിഡ്നി മാറ്റിവയ്ക്കൽ തുടങ്ങിയ കൂടുതൽ അസ്വസ്ഥതകളും അപകട സാധ്യതകളും ഉള്ള ചികിത്സാ മാർഗങ്ങളുടെ ആവശ്യകത കുറയ്ക്കാനാകും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാൻ സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കും. വൃക്കരോഗം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും ഓപ്പറേഷനായി പണം ചെലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുമ്പായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷന് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുമ്പ് ഒപ്പുവയ്ക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കൊള്ളുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയുടെയും ശസ്ത്രക്രിയാ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തുകയും അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണമെന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇത് ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം.
ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാവും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കിഡ്നി രോഗങ്ങളുള്ളവർക്ക് എന്ത് ബെനിഫിറ്റ് ആണെന്നുള്ളതാണ്. നമ്മൾ പല രീതിയിലുള്ള കിഡ്നി ഫെയിലിയർ പേഷ്യൻസിനെ കാണാറുണ്ട്. CKD പേഷ്യൻസ്, കിഡ്നി അക്യൂട്ട് റീനൽ ഫെയിലിയർ നമ്മൾ ഒരിക്കലും ഒരു ക്ലിനിക്കലി സപ്പോർട്ടഡ് അല്ല, അത് അക്യൂട്ട് കഴിഞ്ഞിട്ട് വേണം പിന്നെ അതിലേക്ക് വരാൻ. അപ്പം നമ്മൾ ക്ലിനിക്കലി സ്റ്റേബിൾ ആയുള്ള പേഷ്യൻസിന് മാത്രമാണ് ഈ ലൈഫ് സ്റ്റൈൽ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനൊക്കെ കൊടുക്കുക. അപ്പം പലരും ചിലപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരിക്കും, അവർ GFR കുറഞ്ഞു അല്ലെങ്കിൽ മൂത്രത്തിൽ പതയുണ്ട് എന്നും പറഞ്ഞായിരിക്കും വരുന്നത്. മിക്കവാറും അതിൻ്റെ കൂടെ ഹൈപ്പർ ടെൻഷനോ കൊളസ്ട്രോളോ ഈവൻ ഹാർട്ടിന് വേണ്ടിയിട്ട് 1-2 പ്രാവശ്യം സ്റ്റെൻറ്റ് ഇട്ടിട്ടുള്ളവരും ഒക്കെ ഉണ്ടാവാം. പിന്നെ ചിലരുണ്ട് ടെസ്റ്റ് നോക്കി എനിക്ക് GFR 60 കുറഞ്ഞു, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പോൾ അത് കറക്ഷന് വേണ്ടിയിട്ട് വരുന്നവർ. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും കൂടെയൊക്കെ ഉണ്ടാവും, മിക്കവാറും BP ഏതെങ്കിലും തുടങ്ങിയിട്ടുണ്ടാവും. ഇനി പ്രത്യേകിച്ച് GFR കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഒരു 60 താഴെ ഉണ്ടായിട്ടുള്ളവർക്ക് മിക്കവാർക്കും ചെറിയതായിട്ട് കൊളസ്ട്രോൾ കൂടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാകും. കാരണം അവിടെ വേറെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവണമല്ലോ. ഈവൻ IgA നെഫ്രോപ്പതി പോലുള്ള ഓട്ടോമ്യൂൺ ഡിസീസ് ഉള്ളവർക്കും കൊളസ്ട്രോൾ കൂടുക ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. മിക്കവാറും അങ്ങനെ ഉള്ളവർക്ക് ചിലപ്പോൾ മറ്റുള്ള ഓട്ടോമ്യൂൺ ഡിസീസ്, തൈറോയിഡിൻ്റെ പ്രോബ്ലം ഇങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ചിലരായിരിക്കും തൈറോയിഡിനായിരിക്കും അവർ വരുന്നത്, അപ്പം നോക്കുമ്പോഴേക്കും അവിടെ റീനൽ ഫങ്ഷൻ കുറഞ്ഞിട്ടുണ്ടാകും. ചിലർ അവരുടെ മെയിൻ പ്രോബ്ലം ആർത്രൈറ്റിസ് ആയിരിക്കും, മറ്റു വാദ രോഗമായിരിക്കും, അല്ലെങ്കിൽ ചിലരുടെ വെരിക്കോസ് വെയിൻ ആയിരിക്കും. ഇങ്ങനെയുള്ളവർക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ റീനൽ ഫങ്ഷൻ കുറവ് വരാറുണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പുണ്ട്, ഓൾറെഡി ഡയാലിസിസ് പറഞ്ഞു, കിഡ്നി ഫെയിലിയർ നമുക്ക് നമ്മളൊരു ഫിസ്റ്റുല ഉണ്ടാക്കണം ഡയാലിസിസ് ഈസി ആയിട്ട്, അതായത് റീനൽ ഫങ്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഓൾറെഡി 3-4 വർഷമായിട്ട് അറിയാം ക്രിയാറ്റിൻ കുറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നെഞ്ചുവേദനയ്ക്ക് പോയി ഒരു ബൈപ്പാസ് അല്ല ഒരു ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ ഡൈ ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ക്രിയാറ്റിൻ 2-3 ഒക്കെ എത്തി. അല്ല, പല ലെവലിലുള്ളവരും ഈവൻ 6-7 ഒക്കെ ക്രിയാറ്റിനുള്ളവരെയും നമ്മൾ കാണാറുണ്ട്. അതൊക്കെ ഓൾറെഡി ഡയാലിസിസ് പറഞ്ഞു, അവർക്ക് ഡയാലിസിസ് ഒഴിവാക്കണം എന്നുള്ള ഇതിൽ വരുന്നത്. അപ്പം ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് സ്പെഷ്യൽ ന്യൂട്രീഷൻ, കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ. ഈ പേഷ്യൻസ് എല്ലാവരും തന്നെ ഓവർ വെയ്റ്റ് ഉള്ളവരായിരിക്കും, മിക്കവാറും പേരും. മേത്ത് കൂടുതൽ കൊഴുപ്പുണ്ടാകും, ടോക്സിൻസ് അടിഞ്ഞുകൂടി, അതൊക്കെ കൊണ്ടാണല്ലോ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം കിഡ്നി ഫെയിലിയർ, ഇപ്പോൾ നമ്മളൊരു ഡയാലിസിസ് യൂണിറ്റ് എടുത്താൽ അതിൽ 80% ആൾക്കാരും ഹൈപ്പർ ടെൻഷനോ മറ്റുള്ള ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസ് ആയിരിക്കും. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ഒരു മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ലോ കാലറി ഫുഡ്, അതേസമയത്ത് നമുക്ക് ഹീലിങ്ങിന് വേണ്ട ക്ലിനിക്കാണെങ്കിലും നമ്മുടെ ഹോൾ ബോഡിയെ ഒന്നും റിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കറക്റ്റ് ന്യൂട്രീഷൻ കൊടുക്കുക, ബേസിക് ജെൻറ്റിലായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക, മറ്റുള്ള നമ്മളുടെ ബോഡിയിൽ എത്തുന്ന ടോക്സിൻസ് ഏറ്റവും മിനിമൈസ് ചെയ്യുക, ഫുഡിൽ കൂടെ കളറും പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ലാത്ത ഫുഡ്, അതേസമയത്ത് എല്ലാ ന്യൂട്രീഷനും ഇതിൻ്റെ കറക്റ്റ് പ്രപ്പോർഷനുള്ള കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ബോഡി റിപ്പയർ ചെയ്ത് ടോക്സിൻസും കളയുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പം മിക്കവാറും ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസിൻ്റെ നമ്മൾ എല്ലാ ഡയബറ്റിക് മെഡിസിൻസ്, നമ്മളിപ്പം മെറ്റ്ഫോമിനൊന്നും എടുക്കാത്ത ഒരു ഡയബറ്റിക് പേഷ്യൻറ്റും കാണുകയില്ല, കാരണം അത് ഫസ്റ്റ് ലൈൻ മാനേജ്മെൻറ്റാണ്. മെറ്റ്ഫോമിൻ ഇറ്റ്സെൽഫ് കിഡ്നിക്ക് ഇത് വരാം. മെറ്റ്ഫോമിനും ഈ മറ്റ് ഡയബറ്റിക് പേഷ്യൻ്റ് ഈവൻ ഇൻസുലിൻ നമുക്ക് സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കി പ്രഷർ കൂട്ടും, അങ്ങനെ ഇത് പല കിഡ്നിക്കും നെഗറ്റീവ് എഫക്റ്റാണ് വരുന്നത് ഇൻസുലിൻ പോലും. കാരണം കിഡ്നി ഫെയിലിയർ പേഷ്യൻസിന് പലപ്പോഴും ചില ഡോക്ടേഴ്സൊക്കെ ഗുളിക മാറ്റി ഇൻസുലിൻ കൊടുക്കും, പക്ഷേ ഇൻസുലിനും സ്ട്രെസ്സാണ് കിഡ്നിക്ക്.
അപ്പോൾ ഈ ഡയബറ്റിക് മെഡിസിൻസ് എല്ലാം നമ്മൾ നിർത്തുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. മിക്കവാറും ഈവൻ പ്രഷർ, കിഡ്നി ഫെയിലിയർ, ഏറ്റവും പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ഡിഫിക്കൽട്ട് കിഡ്നി പേഷ്യൻസിനാണ്. അപ്പോൾ കിഡ്നി ഫെയിലിയറിലുള്ള പേഷ്യൻസിന് പോലും എൻ്റെ എക്സ്പീരിയൻസിൽ നമ്മൾ വിതിൻ എ മന്ത് ഓർ 2, സാധാരണ എല്ലാവർക്കും ആണ് 2 വീക്സ് 3 വീക്ക് ഒരു മാസത്തിൽ തന്നെ, പക്ഷെ ചിലപ്പോൾ അവരുടെ ഇച്ചിരിയും കൂടെ സമയമെടുക്കും. എന്നാലും ഒരു 2 മന്ത്സിനുള്ളിൽ കംപ്ലീറ്റ് കിഡ്നിയുടെ മറ്റേ പ്രഷറിൻ്റെ മരുന്നും കുറച്ചുകൊണ്ട് വന്നു. മിക്കവാറും എല്ലാ മരുന്നിൽ നിന്നും നമ്മളെപ്പോഴും നോക്കുന്ന 1 മാസം കൊണ്ട് മരുന്നുകളെല്ലാം നിർത്താൻ പറ്റണമെന്നുള്ളതാണ്. മരുന്നുകൾ നിർത്തിയ മാത്രമല്ല, ഷുഗർ കൺട്രോൾ ആയിരിക്കണം. അതായത് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതിനേക്കാളും ബെറ്റർ ഷുഗർ കൺട്രോളും പ്രഷർ കൺട്രോളും കൊളസ്ട്രോൾ കൺട്രോളും ഒക്കെ മരുന്നില്ലാതെ കിട്ടിക്കുക എന്നുള്ളതാണ് എയിം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും റീനൽ കിഡ്നി ഫങ്ഷൻ ആണെങ്കിലും ഇമ്പ്രൂവ് ചെയ്ത് വരും. അപ്പോൾ അതാണ് നമുക്ക്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈവൻ ഫെയിലിയറിൽ 8ഉം 9ഉം ക്രിയാറ്റിനൊക്കെ കൂടിപ്പോയത് 5ന് മുകളിലൊക്കെ പോയി കഴിഞ്ഞാലാണ് കൂടുതൽ ഒരു സിംറ്റമാറ്റിക്, അതായത് നമ്മൾ ക്ലിനിക്കലി സ്റ്റേബിൾ എന്ന് പറയും. അതായത് ഇതിലൊക്കെ ആയിട്ട് ക്രിയാറ്റിനൊക്കെ 5ഒക്കെയാണ്, പക്ഷേ ഇങ്ങനെ നമ്മൾ മരുന്നുകളിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും മരുന്നുകളിൽ ഈ പലപ്പോഴും വരുന്ന പേഷ്യൻസൊക്കെ 10ഉം 20ഉം ഗുളികകളൊക്കെ ആയിരിക്കും ഒരു ദിവസം കഴിക്കുന്നത്. അപ്പോൾ ഈ മരുന്നൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ കിഡ്നി ഫങ്ഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷേ ക്രിയാറ്റിനൊക്കെ 5ന് മുകളിൽ 6, 7 ഒക്കെ ആയവർക്ക് നമ്മൾ തിരിച്ച് നോർമൽ, അതായത് നോർമൽ ഒരു അറൗണ്ട് 1 ക്രിയാറ്റിനിലേക്കൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നിരിക്കുകയില്ല. അതേസമയത്ത് 2ഉം 3ഉം ഒക്കെ നിൽക്കുന്നവർക്ക് നമുക്ക് പലരുടെയും, പ്രത്യേകിച്ച് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കാണാറുള്ളത് കുറച്ചൊക്കെ കുറഞ്ഞ് 1ഓ 2ഓ ഒക്കെ നിൽക്കുന്നവരാണ് ഡയബറ്റിക് പേഷ്യൻ്റ്. ഡയബറ്റീസ് മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷനൊക്കെ മാത്രമേ ഉള്ളെങ്കിൽ, ജനറലി ബാക്കി കുറച്ചുകൂടെ യങ്ങർ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ നമുക്കത് ഫുള്ളി തിരിച്ചു കൊണ്ടുവരാൻ പറ്റാറുണ്ടെന്നുള്ള. ഫുള്ളി നമ്മൾ 90ലേക്ക് GFR എത്താൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് തീരെ കുറഞ്ഞു പോയവർക്ക് നമ്മൾ ഓരോ ലെവലാണ്. 15 എന്നുള്ളത് ഒരു 20 എത്തിച്ചാൽ തന്നെ നമ്മൾ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കാൻ പറ്റും, ഫുഡിലുള്ള കൺട്രോളും ഒക്കെ. 30ന് മുകളിലെത്തിയാൽ കുറച്ചും കൂടെ സൗകര്യമായി. 60ന് മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ഫുഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒന്നും വരുന്നില്ല. നമുക്ക് സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഫിസിക്കൽ ആക്ടിവിറ്റി, അത്യാവശ്യം കാര്യങ്ങളെല്ലാം സാധാരണ ലൈഫ് പറ്റും. 30ക്കും 60ക്കും ഇടയിൽ അതിൻ്റെതനുസരിച്ച് കുറച്ച് കൺട്രോളുകളൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ല കൺട്രോൾ എടുക്കണം. അപ്പോൾ 30ക്ക് താഴെയുള്ളവരെ എങ്ങനെയും 30ക്ക് മുകളിൽ കൊണ്ടുവരിക. GFRൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ GFR 60ക്ക് താഴെയാണെങ്കിൽ, 60ക്കും 30ക്കും ഇടയിലാണെങ്കിൽ എങ്ങനെയാണ് 60ക്ക് മുകളിൽ കൊണ്ടുവരിക. 60ക്ക് മുകളിലുള്ളവരെ ആണെങ്കിൽ 90ന് മുകളിൽ കൊണ്ടുവരിക. അതാണ് നമ്മൾ എയിം ചെയ്യുന്നത്. അത് പലപ്പോഴും സാധിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഡിഫിക്കൽട്ടി നമുക്ക് കൊണ്ടുവരാൻ പറ്റാതെ വരുന്ന ഒരു ക്രിയാറ്റിനൊക്കെ 5ന് മുകളിലൊക്കെ പോയാൽ മരുന്നൊക്കെ കൊണ്ട് പിന്നെ ആളെ സ്റ്റേബിളായിട്ടും ഉണ്ടാകും. പക്ഷേ ഡയാലിസിസിലേക്ക് പോകാതെ ഒരു പരിധി വരെ നോക്കാൻ പറ്റും. പക്ഷെ പേഷ്യൻറ്റും കൂടെ കോപ്പറേറ്റീവ് ആകണം. അവർ ഡയബറ്റീസും ഒക്കെ ഉള്ള പേഷ്യൻറ്റ് പിന്നെയും പോയി നമ്മൾ 3 to 6 മന്ത്സാണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഫുള്ളി സപ്പോർട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് പഠിച്ച കാര്യങ്ങൾ അവർ പ്രായോഗികമായിട്ട് നോക്കുകയും മറ്റേ ഷുഗർ കൂടിപ്പോകാതെ നോക്കുകയൊക്കെ ചെയ്താലേ അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ എന്തും ആകാമെന്നില്ല. റീനൽ ഫങ്ഷൻ കുറവാണ്, അതറിഞ്ഞ് നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് പോകണം നമ്മുടെ ബോഡിയെ. അതാണ് ഇതിനകത്ത് വേണ്ടി വരുന്നത്. പിന്നെ നമ്മളിപ്പം ഒരു കാര്യം, ഒരു ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എല്ലാം പോസിറ്റീവാണ്. നമ്മൾ മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് വന്ന് നിർത്താം. കിഡ്നി ആണെങ്കിലും ഡയാലിസിസിലേക്ക് പോകാതെ നമുക്ക് ഇതുവരെ പിടിച്ച് നിർത്താം എന്നൊക്കെ പറയും. പക്ഷേ എന്നാലിപ്പോൾ എന്താണ് അതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്ന്, തീരെ എൻഡ് സ്റ്റേജിലെത്തിയാൽ നമുക്ക് വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഈ നെഫ്രോൺസ് എല്ലാം പോയി ക്രിയാറ്റിൻ 5നൊക്കെ മുകളിൽ പോയാൽ വലിയ ഡിഫിക്കൽട്ടാണ്. ഈവൻ GFR 15 താഴെ വന്നു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സക്സസ് റേറ്റ് കുറയും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എല്ലാ ട്രീറ്റ്മെൻറ്റിനും തന്നെ, പ്രത്യേകിച്ച് കിഡ്നിയുടെ ഈവൻ ട്രാൻസ്പ്ലാന്റിനായിട്ടും ഡയാലിസിസിനെല്ലാം ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇതിലത് കിട്ടുകയില്ല. പിന്നെ ഇതിലാണെങ്കിലും എല്ലാം ക്ലിനിക്കലി സപ്പോർട്ടഡ് ആൻഡ് മോണിറ്റേർഡ് ആയതുകൊണ്ട് ഇതിലും കുറച്ച് എക്സ്പെൻസ് വരുന്നുണ്ട്. അതും വേറെ നമ്മുടെ ഫുഡിനെക്കുറിച്ചും അവർക്ക് എന്തുകൊണ്ട് ഇത് വന്നെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റും എല്ലാം നോക്കേണ്ടി വരും. അപ്പം ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അല്ലേ കോസ്റ്റ് ഇല്ലയെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇതിനകത്തും നമ്മൾ ഈ ടെസ്റ്റുകൾ നോക്കണം, അതുപോലെ തന്നെ മോണിറ്ററിങ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ഒരു കോസ്റ്റും വരുന്നുണ്ട്. അത് കറൻ്റ്ലി ഇപ്പം നമ്മൾ ഇൻഷുറൻസ് കിട്ടുന്നില്ല എന്നുള്ളത്. ഒരുപക്ഷെ
കുറച്ചുകൂടി വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലൊക്കെ ഇൻഷുറൻസ് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാൻ പറ്റുമായിരിക്കും. കാരണം ഇത് ഈ രീതിയിൽ ഇത്രയും റിസൾട്ട് ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് ആൾക്കാർക്ക് ഈവൻ അതോറിറ്റീസോ അങ്ങനത്തെ ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അതിലേക്കൊക്കെ മോർ അവയർനെസ് വന്നു കഴിയുമ്പോഴേക്കും അത് വരാം. പിന്നെ ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഓവർ വെയിറ്റ് ഉള്ളത് കുറയ്ക്കണം. ഇങ്ങനെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കിഡ്നി ഫെയിലിയറും ഒക്കെ മിക്കവാറും ഓവർ വെയിറ്റ് ആയിരിക്കും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് വണ്ണം കുറയാൻ തുടങ്ങുമ്പോൾ എല്ലാവരും എന്ത് പറ്റിയെന്ന് ചോദിക്കും. അത്രയും നാൾ ഡയബറ്റിക് ആയിട്ടും കിഡ്നി ഫെയിലിയർ ആയിട്ടും നടന്ന് നല്ല വീർത്തിരുന്നത് കൊണ്ട് ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പം വെയിറ്റ് കുറച്ച് അവർ മോർ ഹെൽത്തി ആകാൻ തുടങ്ങുമ്പം ഒരു സോഷ്യൽ പ്രഷർ വരും. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് അസുഖം വന്നോ എന്ന് ചോദിക്കാൻ തുടങ്ങുന്നത്. 90 കിലോ ഉള്ള ആൾ 90 കിലോ ആയി ഓവർ വെയിറ്റ് ആയതുകൊണ്ട് കിഡ്നി ഫെയിലിയർ വന്നു. അയാൾക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും എല്ലാം ഉണ്ട്. പക്ഷെ അയാൾ ഒരു 80 കിലോയിലേക്ക് വെയിറ്റ് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം എന്ത് പറ്റി, ക്ഷീണിച്ചു പോയല്ലോ, അയ്യോ എന്ന് പറയാൻ തുടങ്ങും. അപ്പോൾ അവർ ഇങ്ങനെ ഒരു തരം കറക്ഷനിലേക്ക് എത്താൻ അവരെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പം കിഡ്നി പ്രോബ്ലം ഉള്ളവരാണെങ്കിലും ആരാണെങ്കിലും ഏത് രോഗത്തിനാണെങ്കിലും ഡയബറ്റീസിനാണെങ്കിലും ഹൈപ്പർ ടെൻഷനാണെങ്കിലും എന്തിലാണെങ്കിലും ജീവിതശൈലി കറക്റ്റ് ആക്കുന്നതിനോട് അതിനൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ബോഡിയാണ് കറക്റ്റ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ കൊഴുപ്പ് ബോഡിയിലുള്ള എക്സസ് ഉള്ളത് കളഞ്ഞേ പറ്റുള്ളൂ, എന്നാലേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 170 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാൾക്ക് 100 കിലോ ആണെങ്കിൽ ശരിക്കും അയാൾക്ക് ഐഡിയലി പ്രത്യേകിച്ച് ഓൾറെഡി കിഡ്നി ഇതും കൂടെ ഉണ്ടെങ്കിൽ 170 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് 60 കിലോയെ ആവശ്യമുള്ളൂ ശരിക്കും. അപ്പോൾ അയാൾ 60 കിലോ ഇല്ലെങ്കിലും 70 താഴെയെങ്കിലും ഒരു 30 കിലോ കുറയ്ക്കാതെ പറ്റിയല്ല, എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ നോർമൽ BMI നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് ആണുങ്ങളിലാണെങ്കിൽ ഒരു 15% കൊണ്ടുവരണം, ലേഡീസിനാണെങ്കിൽ അറൗണ്ട് 20% കൊണ്ടുവരണം. അപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. അതിന് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞു വെയിറ്റ് കുറഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് അവർ ബ്ലോക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെയിറ്റ് കുറയ്ക്കാൻ മടി കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു എഫേർട്ട് വേണമല്ലോ, ഫുഡ് കൺട്രോൾ ചെയ്യണം, എക്സസൈസ് ചെയ്യണം, ബെഡിൽ കിടന്നുകൊണ്ട് ചെയ്യുന്ന മൈൽഡ് എക്സസൈസ് മതി. പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ റിസൾട്ട് കിട്ടുകയില്ല. പിന്നെ ഇതിന് നമ്മൾ തയ്യാറെടുക്കുന്നവർ അതിനും വേണ്ട ഒരു മാനസിക തയ്യാറെടുപ്പ് ചെയ്തേച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോയും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. താങ്ക് യു.